ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുടെ ആപ്ലിക്കൻസ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ddmalappuram.blogspot.com എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം DLED 2024-26 മലപ്പുറം ജില്ലയിലെ അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റ് പരിശോധനയ്ക്കും തിരുത്തലിനുമായി പ്രസിദ്ധീകരിച്ചു. അതായത് DLED 2024-26 വർഷത്തെ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ തിരുത്തലോ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ലിസ്റ്റിലെ ആപ്ലിക്കേഷൻ നമ്പരും ബന്ധപ്പെട്ട രേഖകളും സഹിതം 24/7/2024 ബുധനാഴ്ച 3 മണിക്ക് മുൻപായി മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഇമെയിൽ, തപാൽ, ഫോൺ മുഖേനയുള്ള പരാതികൾ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വന്നിരിക്കുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒന്നുമല്ല, ഇത് ജസ്റ്റ് ആപ്ലിക്കൻസ് ലിസ്റ്റാണ്. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ, നിങ്ങൾക്ക് മിസ്റ്റേക്സ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താനുള്ളൊരു അവസരമാണിത്. അപ്പോൾ നിങ്ങളതിന് DD ഓഫീസിൽ നേരിട്ട് ചെന്നിട്ടാണ് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഭിന്നശേഷി വിഭാഗക്കാർ, ജവാന്റെ ആശ്രിതർ, വിമുക്ത ഭടന്റെ ആശ്രിതർ, EWS വിഭാഗക്കാർ എന്നിവർ ലിസ്റ്റിൽ സംവരണം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ലിസ്റ്റിലെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 24/7/2024 4 മണിക്ക് ലിസ്റ്റ് PSCക്ക് നൽകേണ്ടതിനാൽ സമയപരിധിക്ക് ശേഷം വരുന്ന തിരുത്തലുകൾ പരിഗണിക്കുന്നതല്ല. NSS +2 തലം, NCC 10 മാർക്കിന്റെ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ രാജ്യപുരസ്കാർ തുടങ്ങിയ റിമാർക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കലാ കായിക മേളകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല. അപാകത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകർ സമയപരിധിക്കകം നേരിട്ട് വന്ന് ന്യൂനതകൾ പരിഹരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം DLED ഗവൺമെൻറ് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, അതുപോലെ സെൽഫ് ഫിനാൻസ് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ലിസ്റ്റ്. അപ്പോൾ ഓരോരുത്തരും ആ ഒരു, നിങ്ങൾ സയൻസ് ആണെങ്കിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതിന് മുമ്പായിട്ട് ഇപ്പം നമ്മൾ വായിച്ചിട്ടുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത്. അപാകത ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്സ് വന്നിട്ടുള്ള ആ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. ഈ അപാകത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും നിങ്ങളുടെ മിസ്റ്റേക്സ് തിരുത്തേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ DD ഓഫീസിൽ നേരിട്ട് പോയി അത് തിരുത്തേണ്ടതാണ്. ഇവിടെ നോക്കാം, കോഴിക്കോട് ജില്ലയിലേക്കുള്ള അപേക്ഷ, അതായത് കോഴിക്കോട് ജില്ലയിലേക്കുള്ള അപേക്ഷയാണ് നിങ്ങൾ മലപ്പുറത്തേക്ക് അയച്ചിരിക്കുന്നത്. അവിടുത്തെ മിസ്റ്റേക്കാണ്. പിന്നെ അപേക്ഷ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് വരുന്നത്. അതായത് ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ കേസാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മിസ്റ്റേക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്സ് നിങ്ങൾ തിരുത്തുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. അപ്പോൾ 24-ാം തീയതി വരെ നിങ്ങൾക്ക് അവസരമുള്ളൂ. ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ നിങ്ങളുടെ മിസ്റ്റേക്സ് നിർബന്ധമായും തിരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് തെറ്റായ വിവരങ്ങളാണ് നൽകിയത് എന്ന് കണ്ടെത്തിയാൽ പ്രസ്തുത വിദ്യാർത്ഥിയുടെ പ്രവേശനം റദ്ദ് ചെയ്യുന്നതാണ്. ഇതാണ് നിങ്ങളുടെ ലിസ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് ഒരെണ്ണം മാത്രം കാണിക്കാം. DLED ഗവൺമെൻറ് സയൻസ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങളുടെ ആ ഒരു സയൻസ് വിഭാഗത്തിൽ വരുന്നവരുടെ ഗവൺമെൻറ് എഡ് ലിസ്റ്റാണിത്. അപ്പം ഇതിനകത്ത് നിങ്ങളുടെ പേരുണ്ടോ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ലിസ്റ്റാണ്, നിങ്ങളുടെ ആൽഫബറ്റിക് ഓർഡറിൽ വരുന്ന ലിസ്റ്റാണ്. അതായത് നിങ്ങളുടെ മാർക്കിൻ്റെ ഓർഡറിലൊന്നും അല്ല ഈ ഒരു ലിസ്റ്റ് വന്നിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങളുടെ ആൽഫബറ്റിക് ഓർഡറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു ലിസ്റ്റ് മാത്രമാണിത്. ഓക്കെ, അപ്പം എല്ലാവരും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ലിസ്റ്റ്, അതായത് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ചെക്ക് ചെയ്ത് നോക്കുക, ഗവൺമെൻറ് കൊമേഴ്സ് ആണെങ്കിൽ അത്, പിന്നെ അതുപോലെ സെൽഫ് ഫിനാൻസിൽ കൊടുത്തിട്ടുള്ളവർ ആ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അപാകത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ നിർബന്ധമായും നിങ്ങളുടെ തെറ്റ് തിരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്നതാണ്. 24-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് സമയം, 4 മണി വരെയാണ് നിങ്ങൾക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു എഡിറ്റിംഗ് നിങ്ങൾക്ക് ലഭ്യമല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.